കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നാം, ഒരു ഡോക്ടർ ആവണം. ഒരു 6-ല് 7-ല് 8-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം തോന്നാം. അപ്പൊ ചിലര് ആ ഒരു ആഗ്രഹം മുമ്പോട്ട് അങ്ങ് കൊണ്ടുപോകും, ചിലര് അതവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നീറ്റിന്റെ എക്സാം, +2 എക്സാം കഴിയുമ്പോൾ തന്നെ നീറ്റിന്റെ എക്സാം, ഇപ്പം റിസൾട്ട് കഴിഞ്ഞ എക്സാം, ആ എക്സാം അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം അതിന്റെ സ്കോർ കാർഡ് ഇത്ര ഇത് വേണം, അതിനുശേഷം MBBS ആണോ BDS ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് സീറ്റുകൾ ഭയങ്കര കുറവാണ്. നല്ല ചെലവ് വരും പ്രൈവറ്റ് മേഖല എടുക്കണമെങ്കിൽ. ഇപ്പം ഒരു 75 ലക്ഷത്തിന് മുകളിലാണ്, മീൻസ് പ്രൈവറ്റ് മേഖലയിൽ ഫീസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ചിലടത്ത് എക്സ്ട്രാ ഡൊണേഷന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 കോടി വരെയൊക്കെ പോകുന്ന MBBS കേസുകളൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ടൈമില് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം വേണം. എന്നാൽ അധികം പൈസ മുടക്കാനും പറ്റത്തില്ല, എന്നാൽ നമുക്ക് ഗവൺമെന്റ് സീറ്റ് ഒട്ടും കിട്ടത്തുമില്ല. അങ്ങനെയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് BDS ഡെന്റൽ. BDS സെയിം ഡോക്ടറാണ്, അതായത് പല്ലിന്റെ ബേസിക് ആയിട്ടുള്ള ഡോക്ടറാണ് കോഴ്സ് വരുന്നത്. ഡോക്ടറായിട്ട് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ BDS കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ MD എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. എന്തിനും നീറ്റ് വേണം. നീറ്റിന്റെ ഒരു പാസ് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപക്ഷെ പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. അത്യാവശ്യം MBBS-ന്റെ അത്രയും മാർക്ക് ഇല്ലെങ്കിൽ തന്നെ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് എടുക്കുന്നില്ല, കുറച്ചു പേരൊക്കെ മാത്രമേ ഈ കോഴ്സിൽ നിൽക്കുന്നുള്ളൂ. ആ ഒരു ഡിഗ്നിറ്റി സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. ഇപ്പൊ പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ പോയി എടുത്താലും ഇന്നത്തെ കാലത്ത് ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ മുടക്കേണ്ട പൈസക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ടോപ്പ് മെഡിക്കൽ കോളേജിൽ നമ്മൾ BSc നേഴ്സിംഗിന് മുടക്കേണ്ട പൈസക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ BDS പഠിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 10 ലക്ഷം രൂപ കൂടുതൽ മുടക്കി അല്ലെ ഒരു 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരെയൊക്കെ എടുക്കാൻ പറ്റുന്ന BDS കോളേജുകളൊക്കെ നിലവിൽ കർണാടക റീജിയനിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BSc നേഴ്സിംഗിന് അതേ ഫീസ് തന്നെ ആവുന്നുണ്ട്. അപ്പൊ നേഴ്സിംഗിന്റെ പൈസക്ക് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്, BDS ചൂസ് ചെയ്യാം. അതേപോലെ പ്രൈവറ്റ് മേഖലയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ. പക്ഷെ വലിയൊരു കരിയർ എക്സ്പാൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഉണ്ടാക്കിയവരുണ്ട്. വലിയ വൻകിട ഒരു ചെയിൻ തന്നെ, മീൻസ് ഇതിന്റെ ഹോസ്പിറ്റൽസിന്റെ ഒരു ചെയിൻ തന്നെയുള്ള പ്രമുഖരായിട്ടുള്ള പല കമ്പനികളും ഉണ്ട്, അല്ലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ തന്നെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ വേണമെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ജോലി സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ജോലി സാധ്യതയുണ്ട്. പക്ഷെ വലിയൊരു ഒരു നമ്പർ ഓഫ് ജോബ് കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം പുഷ് ചെയ്യാത്തത്. അതായത് നമുക്ക് നല്ലൊരു കരിയർ പാത്ത്, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെടുക്കാവും. അല്ലെങ്കിൽ നമുക്ക് പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് ഇങ്ങനെ സ്ഥാനം മതിയെങ്കിൽ ഓക്കെ അങ്ങനെ എടുക്കാം. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. നമുക്കൊരു കൃത്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് പോകണം, അല്ലെ ഇന്നടത്ത് ജോലിയിലോട്ട് പോകണം, എനിക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സാധാരണപ്പെട്ട കുടുംബമാണെങ്കിൽ ഇതിനെ ഇറങ്ങിത്തിരിക്കാവൂ. അല്ലെങ്കിൽ ഇത് നോക്കാതെ ഇന്ന് ഇതിനെക്കാട്ടിലും ഏണിങ്സ് ഒരുപക്ഷെ നേഴ്സിംഗോ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളോ തരുന്നുണ്ട്. അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. ഡിഗ്നിറ്റി നോക്കുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഇതിനുള്ള സാധ്യതകൾ എന്റെ മുമ്പിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ചാൻസ് ഇല്ല എന്നല്ല പറയുന്നത്, ചാൻസ് എന്നാൽ വലിയൊരു ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇതിട്ടിട്ട് ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പേര് ഇത് പഠിച്ചിട്ട് ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പാർട്ണർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ വൻകിട ഹോസ്പിറ്റലുകളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. അപ്പം അത്യാവശ്യം ആൾക്കാർ ഉണ്ട് നാട്ടിൽ ഇത് വർക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ. അതുകൊണ്ട് ഔട്ട്സൈഡ് ഒരു യൂറോപ്യൻ കാര്യങ്ങളോ അല്ലെ അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ നോക്കുന്നെങ്കിൽ മാത്രമേ ഇത് എടുക്കാവൂ. പിന്നെ പഠിക്കാനാണെങ്കിലും ഈ പറയുന്ന പോലെ MBBS-ന് അത്രയും ടഫോ കാര്യങ്ങളോ വരുന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്തുവരെ നമ്മൾ PG കൂടെ ഒരു പക്ഷേ എടുക്കേണ്ടി വരും, എന്നാലേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ തന്നെ മീൻസ് ചെറിയ കോഴ്സുകളുണ്ട്, ഡെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ എക്യുപ്മെന്റ്സ് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് തന്നെ കോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറെ വെറൈറ്റി റെയർ കോഴ്സുകളുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല. ഇതിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ളത് ഇതിന്റെ മെയിൻ ആയിട്ടൊരു കോഴ്സ് ഇത് തന്നെയാണ്. ഓക്കെ.
ഇത്രയാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാലും ഔട്ട്സൈഡ് സാലറി അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, ലാക്സിന്റെ തന്നെ സാലറീസ് വരും. ഇൻസൈഡ് അത്ര വലിയൊരു സാലറിയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി നമ്മൾ മോൾഡ് ചെയ്ത് ഒരു സ്വന്തം സ്ഥാപനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിട്ടേണും കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ ഇത് പഠിച്ചിട്ട് തുടക്കത്തിൽ ഇതിന്റെ തന്നെ നേഴ്സായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ആ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതിന് അത്ര വലിയ സാലറീസും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. ഒരു ഒറ്റ പാറ്റേണിൽ തന്നെ പോകുന്ന ഒരു കോഴ്സ് എന്ന് പറയാം. അതിനൊരു വലിയൊരു വായ്പവും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരിൽ പെട്ടെന്ന് ഇങ്ങനത്തെയൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കൂട്ടല്ല, ചെറിയ എന്തെങ്കിലും ഇത് വന്നാലും ആൾക്കാർ ഡെന്റൽ ക്ലിനിക്ക് ഇപ്പം ക്ലീൻ ചെയ്യാൻ തന്നെ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എല്ലായിടത്തും രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് ഈ മേഖലയിൽ രോഗങ്ങൾ കൂടുതലാണ്. നമ്മുടെ ഒരു കൃത്യമായിട്ട് ഉള്ള ഒരു രീതികളോ ഭക്ഷണ രീതികളോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ടും ക്ലീനിങ് ഒന്നും അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് ഇതുണ്ട്. പേഴ്സണലി എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഒഴുക്കിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നല്ലൊരു ഭൂമിയിലോട്ടും പോകാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു ഡോക്ടർ ലെവൽ ഡിഗ്നിറ്റി, ഡോക്ടർ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര പൈസ മുടക്കാനില്ല, എന്നാൽ അത്ര ഹെവി പഠിക്കാനും ഉള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് BDS. അത് ആ ഒരു ലെവലിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. നിങ്ങൾക്ക് ഒരു പേര് മതി എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലെന്നല്ല, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേ ലെവലിൽ തന്നെ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്ന പൈസക്ക് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് BDS നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളിൽ ഒരു BDS കാരനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു നമ്പർ സ്ക്രീനിൽ കാണിക്കാൻ, നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ സമയം അനുസരിച്ച് സംസാരിക്കാം. അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങളെ കേപ്പബിൾ ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാനും പറ്റും. ഇൻഡിവിജ്വലി സംസാരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കേസിൽ നിങ്ങളുടെ ഫാമിലി സെറ്റപ്പ് കാര്യങ്ങൾ ഇതെല്ലാം അറിയണം. ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ എടുക്കാനും പറ്റുള്ളൂ. ഇപ്പോഴും കുറെ കുട്ടികൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി നിങ്ങളോട് ഞാൻ സംസാരിക്കാം. അതിനുള്ള നമ്പേഴ്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്തോളുക. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാലും റിപ്ലൈ തരാം. നീറ്റിന് നോർമലി 120 മാർക്കാണ് സ്കോർ വരുന്നത്. ആ മാർക്ക് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും പഠിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ബാക്കിയുള്ള നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഒരു ലെവൽ വരും. അതിന്റെ ഒരു ഫൈനൽ ഈ വർഷത്തെ വന്നിട്ടില്ല, ഇപ്പോൾ ഉടനെ വരത്തേ ഉള്ളൂ. അത് വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. അതപ്പോ നിങ്ങൾ നീറ്റിന്റെ സ്കോർ കാർഡ് നമുക്ക് അയച്ചു തരാമെങ്കിലും അത് കൃത്യമായിട്ട് പറ്റുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ എന്താണ്, അതിനുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ ഒരു BDS ആസ്പിരന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ MBBS ആസ്പിരന്റ് ആണ് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. എല്ലാ ഹെൽപ്പിനും ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ. ഓക്കെ.